എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഹോസ്പിറ്റലും ഡോക്ടർമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണാനുഭവങ്ങൾ ഒരുപാട് പറയാറുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണല്ലേ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ട് ഡോക്ടർമാർ നമ്മളിലേക്ക് വരികയാണ് നമ്മളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡോക്ടറെ നമുക്ക് ഈശ്വരനായിട്ട് തന്നെ കാണാം. അങ്ങനെ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. പാലക്കാട് നിന്നാണ്. 40 വയസ്സുള്ള ആളാണ്. ത്രിമധുരം എന്നും കാണാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. ഒരു ചെറിയ സർജറി കഴിഞ്ഞിട്ടോ. ഹോസ്പിറ്റലിന് പറ്റിയ പിഴവ് കാരണം 5 മാസമായിട്ട് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ത്രിമധുരം കണ്ടു തുടങ്ങിയത്. ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമായിട്ടോ. ഞാൻ ഈ അവസ്ഥ മാറിക്കിട്ടാൻ എന്നും പ്രാർത്ഥിക്കും. ആഴ്ചകൾ തോറും ആശുപത്രികളിൽ കയറിയിറങ്ങും. ഒരു ഡോക്ടർ പോലും പ്രതീക്ഷ തന്നില്ല. ഞാൻ എൻ്റെ ഗണപതി ഭഗവാനെയും ഗുരുവായൂരപ്പനെയും വിളിച്ച് കരയും. ഒരു ദിവസം എൻ്റെ ബന്ധു ഒരാളുടെ നമ്പർ കൊണ്ടു തന്നിട്ട് അതിൽ വിളിച്ചാൽ ഒരുപാട് ഡോക്ടേഴ്സിനെ അറിയുന്ന ആളാണ്, എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഡോക്ടറുടെ പേര് പറഞ്ഞിട്ടോ. ബുക്ക് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കിട്ടിയാൽ രക്ഷയായി എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ആ നമ്പറിൽ വിളിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഡോക്ടർ നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടോ. ടോക്കൺ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വന്നോളൂ, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ വേഗം കയറ്റി വിടും, നേരിട്ട് ഇങ്ങോട്ട് കയറി വരാന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടുട്ടോ. ഡോക്ടർ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് എങ്ങനെ ഒരു കേസ് കാണുന്നത് എന്ന്. ഞാൻ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് ഡോക്ടറോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന്. ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പില്ല, ബാക്കി ഈശ്വരൻ നോക്കട്ടെ. അങ്ങനെ ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു റിസ്ക് എടുത്തു. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിട്ടോ. ഇതിന് ഈശ്വരന്റെ കരുണ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബാക്കിയുള്ള അനുഭവം കൂടെ കേൾക്കണ്ടേ. അങ്ങനെ സർജറി കഴിഞ്ഞു, വീട്ടിൽ വന്നു. വേദന വിട്ടുമാറുന്നില്ല കേട്ടോ. 2 തവണ ഡോക്ടറിനെ കണ്ടു. വേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നും ഗണേശനോടും ഗുരുവായൂരപ്പനോടും പറയും. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം രാവിലെ ഭഗവാനോട് പറഞ്ഞു, ഇന്നെങ്കിലും വേദനയുടെ കാരണം കണ്ടെത്തി പരിഹാരം കാണിച്ചു തരണേ കണ്ണാ. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് അഡ്മിറ്റ് ആക്കാം, നമുക്ക് നാളെ വീണ്ടും ഒരു സർജറി ചെയ്യാമെന്ന്. എങ്കിലും ആശ്വസിച്ചു. അങ്ങനെ സർജറി ദിവസം പ്രീ ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുകയാണ്. എനിക്ക് വേദനയുടെ ശരിയായ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഡോക്ടറെ കണ്ട് പറയാനും പറ്റുന്നില്ല. ഇനി തിയേറ്ററിൽ അകത്തെ ഡോക്ടറെ കാണുമെന്ന് നഴ്സുമാർ പറഞ്ഞു. വിവരമെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് പതിവിൽ കൂടുതൽ ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗണേശ, ഗുരുവായൂരപ്പ, ഡോക്ടറെ ഒന്ന് കാണാനോ മിണ്ടാനോ അവസരം കിട്ടണേ എന്ന്. 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ പേര് വിളിച്ചുകൊണ്ട് ആ പേഷ്യന്റിനെ ഒന്ന് കാണണേ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വരുന്നു. കണ്ണു തുറന്നപ്പോൾ ഡോക്ടർക്ക് എന്നെ ഒന്ന് കാണണം, എൻ്റെ ഡീറ്റെയിൽസ് നോക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുക, മോളെ ഓർമ്മിപ്പിച്ചത് നന്നായിന്ന്, ആ കാര്യം നോക്കിയിരുന്നില്ലല്ലോ എന്ന്. അതുകൂടി ചേർത്ത് ഒറ്റ തവണയായി ചെയ്യാമെന്ന്. ഡോക്ടർ പോയിട്ടോ. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞു. സർജറി ചെയ്തു. ഇന്നേക്ക് 1 മാസമായി. ഇപ്പോൾ നടക്കാനും ഇരിക്കാനും പറ്റുന്നുണ്ട്. ചെറിയ വേദനയുണ്ട്. ഇത്രയും എത്തിച്ചു തന്ന ഈശ്വരൻ അതും മാറ്റിത്തരും, ഉറപ്പാണ്. പൂർണ്ണമായും ശരിയായിട്ട് ഗുരുവായൂരിൽ വന്ന് തൊഴാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്താ കഥ അല്ലേ. ആ ഒരു ഡോക്ടറിലേക്ക് എത്തുക. ചില ഡോക്ടേഴ്സ് അത്രയാണ്, അങ്ങനെ അത്രയും തിരക്കുണ്ടാവില്ല. അത്രയും ഫേമസ് ഡോക്ടേഴ്സ് ആകുമ്പോൾ അത്രയും തിരക്കുണ്ടാവും. അവിടെ ഒന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബുക്കിംഗ് കിട്ടുക. അങ്ങനെയുള്ളിടത്താണ് നേരിട്ട് ഡോക്ടർ തന്നെ ഫോൺ എടുക്കുന്നു, നേരിട്ട് തന്നെ സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു കേസിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു, ഡോക്ടർ ഏറ്റെടുക്കുന്നു അല്ലേ. ഇതല്ലേ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നതല്ലേ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങളെ ആരെങ്കിലും കുത്തി നോക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഓടി ഒളിക്കുക, മാറിപ്പോവുക. അവരുമായിട്ട് യാതൊരു സംസർഗവും വേണ്ട. അത്തരം ആളുകളെ നമുക്ക് ജീവിതത്തിൽ യാതൊരു ഗുണമില്ല എന്ന് തോന്നുന്ന ആളുകളെ നമ്മൾ അവഗണിക്കുക. അതത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ വഴിയിലേക്ക് അവർ ചെയ്യുന്നതൊന്നും എടുത്ത് നമ്മളെ തലയിൽ വെക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെ അവർക്കുള്ളതാണ്. അവർ ചെയ്യുന്ന വാക്കുകളും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ അവർക്ക് മാത്രം ഉള്ളതാണ്. നമ്മൾക്കത് വേണ്ട. അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കേണ്ട കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഈ അനുഭവം കേട്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എല്ലാവർക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സഹായങ്ങൾ പല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ എല്ലാവർക്കും ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. നമ്മൾ നറുക്കെടുത്തിട്ട് കൃഷ്ണവിഗ്രഹങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.